हाय प्रिय छात्रों को मेरा नमस्कार, स्वागत। 10वीं कक्षा के पाठ्य पुस्तक में हमको कुल मिल के 5 इकाइयों में 11 പാഠ്യ ഭാഗ് പഠने को दिए हैं. അതായത് 5 മോഡ്യൂളുകളിലായിട്ട് 11 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകം പോലെ തന്നെ ഓരോ ഇക്കായി ഉണ്ടാവും, ഓരോ മോഡ്യൂൾ ഉണ്ടാവും. അതിനകത്ത് ഒരു നിശ്ചിത ഒരു 2-3 പാഠങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും 10ാം ക്ലാസ്സിലും. 10ാം ക്ലാസ്സിലെ ഹിന്ദി പൊതുവേ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു വിഷയമാണ്. കുറച്ച് കുട്ടികൾക്ക് പാഠമായിരിക്കും. അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്ക് അവർ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നമുക്ക് ഉറപ്പായിട്ടും 10ാം ക്ലാസ്സിൽ A+ മേടിക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാവരും എന്തായാലും 10ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് A+ മേടിക്കുന്ന കുട്ടികളാണ്. നിങ്ങളെ കൊണ്ട് അതിന് കഴിയും. നമ്മൾ അധ്യാപകരെല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 മോഡ്യൂളുണ്ട്, 5 ഇക്കായി ഉണ്ട്. ആ 5 ഇക്കായികളിലായിട്ട് നമുക്ക് 11 പാഠങ്ങളാണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് പഹല പാഠ് ये कहानी है. इस कहानी को प्रभात द्वारा लिखा गया है. प्रभात की कहानी बीर बहोटी, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. രണ്ടാമത്തത് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, ഒരു കവിതയാണ്. ഈ കവിതയ്ക്ക് നരേന്ദ്ര സക്സേന എഴുതിയ ഒരു ടിപ്പണി, ആസ്വാദൻ ടിപ്പണിയാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുക. മൂന്നാമതായിട്ടുള്ളത് ഒരു കവിതയാണ്, ധർമ്മവീർ ഭാരതി എഴുതിയ ടൂട്ടാ പഹിയ എന്ന പേരുള്ള ഒരു കവിതയാണ് നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ, ഫസ്റ്റ് യൂണിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്കായിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബീർ ബഹുട്ടി ഏക് കഹാനി ഹെ, कहानीकार प्रभात. बीर बहुटी क्या है? बीर बहुटी एक छोटा सा कीड़ा है जो अक्सर बरसात के बाद आते. മഴക്കാലത്തിന് ശേഷം വരുന്നൊരു ചെറിയ പ്രാണിയാണ് ബീർ ബഹോട്ടി എന്ന് പറയുന്നത്. മിക്കവാറും വയലുകളുടെ കരകളിലോ പച്ചപ്പുല്ലുകളിലോ ഒക്കെയാണ് സാധാരണ നമ്മൾ ഈ ബീർ ബഹോട്ടിയെ കാണുന്നത്. ഇംഗ്ലീഷിൽ നമ്മളിതിന് റെഡ് വെൽവെറ്റ് മൈറ്റ് എന്ന് പറയും. റെഡ് വെൽവെറ്റ് മൈറ്റ്. മലയാളത്തിൽ നമ്മൾ ഇന്ദ്രകോപം എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ എല്ലാ സ്ഥലത്തും സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രാണിയല്ല ബീർ ബഹോട്ടി എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണാം. ഓക്കെ. बीर बहूटी കണ്ടല്ലോ. बीर बहूटी कहानी യഥാർത്ഥത്തിൽ അക്സർ में बीर बहूटी की कहानी नहीं है. അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൽ ബീർ ബഹൂട്ടിക്കോ ज़्यादा महत्व नहीं दिया है. യഥാർത്ഥത്തിൽ ഈ കഥ असल में ये कहानी 2 बच्चों की मित्रता की कहानी है. उनके नाम है बेला और साहिल. बेला और साहिल की मित्रता की कहानी है बीर बहूटी. ये दोनों 5वीं कक्षा के छात्र हैं, बेला और साहिल. वे दोनों एक ही स्कूल में, एक ही क्लास में पढ़ते हैं. उनके बीच की आपसी दोस्ती का कहानी है बीर बहूटी. അവർ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് ബീർ ബഹൂട്ടി. മിത്രത, ദോസ്തി എന്നൊക്കെ നമ്മൾ പറയും. എല്ലാവർക്കും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, കൂട്ടുകാരില്ലാത്ത ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ സൗഹൃദം പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പകാലത്തുള്ള കുട്ടിക്കാലത്തുള്ള സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ
ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒന്നാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥയാണ് പ്രഭാത് എഴുതിയ ഈ കഹാനി ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക്, നമ്മുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഈ ഗദ്യ പാഠഭാഗത്തിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. ഓക്കെ, എല്ലാ ഗദ്യഭാഗത്തു നിന്നതുപോലെ തന്നെ ഈ കഥയിൽ നിന്ന് നമുക്ക് ഡയറി എഴുതാൻ ചോദിക്കും. ഡയറി എഴുതാൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്, പത്രം എഴുതാനായിട്ട് നമുക്ക് ചോദിക്കും. വാർത്താലാപ് നമുക്ക് ചോദിക്കും. അതേപോലെ തന്നെ ചരിത്രഗത വിശേഷത, അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലൊക്കെ ക്യാരക്ടർ സ്കെച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഗദ്യഭാഗത്ത് നിന്നും നമുക്ക് ക്യാരക്ടർ സ്കെച്ചിങ് അല്ലെങ്കിൽ ചരിത്രഗത വിശേഷത എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ വാക്യ പിരമിഡ്, സഹി മിലാൻ കരേം എന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ പ്രശ്നോത്തരം ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് നമുക്ക് ചോദിക്കും പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ വ്യാകരൺ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് വ്യാകരൺ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്നാൽ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥയെ ശരിക്കും പട്കഥ തയ്യാർ കർണേക്കോ സീഖ്ന, തിരക്കഥ നമ്മൾ മലയാളത്തിൽ പറയും, സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എന്താണ്, പട്കഥ തയ്യാർ കർണ, അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് പറയുന്നത്. മനസ്സിലായാൽ ഈ ഗദ്യഭാഗത്തിൽ നമുക്ക് ഓരോ ഭാഗവും ശരിക്കും ഈ കഥയുടെ ഓരോ ഭാഗവും നമുക്ക് ശരിക്കും ഒരു തിരക്കഥ എഴുതാൻ പാകത്തിനാണ് തന്നിരിക്കുന്നത്. അത് നമുക്കത് കഥയിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, നമ്മളിനി ബീർ ബഹൂട്ടി കഹാനിയെക്കുറിച്ച് പറയുകയാണ്. ബീർ ബഹൂട്ടി കഹാനിയിൽ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണുള്ളത്. ബേല और സാഹിൽ 5वीं കക്ഷാ കെ ഛാത്രയെ, കുട്ടികളാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ദോനോ. രണ്ടാമതായിട്ട് നമ്മളൊരു ദുക്കാൻദാറിനെ ഈ കഹാനിയിൽ ഇടയ്ക്ക് പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് ഒരു മാഡ് സാബുണ്ട്, ഒരു മാത്സിൻ്റെ അധ്യാപകനാണ്, ഗണിത അധ്യാപകനെ നമ്മൾ പരിചയപ്പെടും. ഇത്രയും കഥാപാത്രങ്ങളാണ് നമ്മുടെ ഈ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ബേലയുടെയും സാഹിലിൻ്റെയും കഥയാണ്. ഓക്കെ, നമുക്കിനി കഥയിലേക്ക് കിടക്കാം. ഈ കഥയുടെ 1ാമത്തെ പാരഗ്രാഫാണ് ഞാനിനി വായിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കണം, കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. ആ ടെക്സ്റ്റ് ബുക്കിൽ 1ാമത്തെയും 2ാമത്തെയും പാരഗ്രാഫാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആ പാരഗ്രാഫ് സശ്രദ്ധം നോക്കിയിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് എന്നോട് ചോദിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഈ പാരഗ്രാഫ്, ബീർ ബഹൂട്ടി കഹാനിയുടെ 1ാമത്തെ പാരഗ്രാഫ് വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ബീർ ബഹൂട്ടി കഹാനി, പ്രഭാത്, കഹാനിക്കാർ പ്രഭാത്. ശരി, അപ്പോൾ നോക്കാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अफीफी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अफीफी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. ഇതാണ് 1ാമത്തെ പാരഗ്രാഫ്. നോക്കൂ. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ. ബാദൽ ബരസ്ന എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് മഴ പെയ്യുക എന്നാണ്. ബാദൽ എന്ന് വെച്ചാൽ മേഘമാണ്, ബരസ്ന എന്ന് വെച്ചാൽ പെയ്യുക. ബാദൽ ബരസ്ന നമ്മൾ മഴ പെയ്യുക എന്ന് പറയും. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ, ഒരുപാട് മഴ പെയ്തു, വലിയ മഴ പെയ്തു എന്ന് നമ്മൾ പറയും. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ, വലിയ മഴ പെയ്തു. ഫിർ ഭി ബഹുത്ത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. ബഹുത്ത് സാരാ പാനി ബച്ചാ ഹുവാ ഥാ, ഒരുപാട് വെള്ളം അവശേഷിച്ചിരുന്നു. ഫിർഫി, എന്നിട്ടും. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ ഫിർഫി,
ഒരുപാട് മഴ പെയ്തു എന്നിട്ടും ബഹുത്ത് സാരാ പാനി, ഒരുപാട് വെള്ളം. ഉന്മേം കിന്മേം ഏതിലാണ് ഒരുപാട് വെള്ളം അവശേഷിച്ചിരുന്നത്? ബാദലോമേം. ബാദലോമേം ബഹുത്ത് സാരാ പാനി ബച്ചാ ഹുവാ ഥാ എന്ന് വെച്ചാൽ ഇപ്പോഴും കാർമേഘങ്ങൾ ബാദൽ പെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വേ ഖേത്തോം ജംഗലോങ്കി ഊപ്പർ ഛായേ ഹുയേ ഥേ. ആ കാർമേഘങ്ങൾ, ആ ബാദൽ ഖേത്തോം ജംഗലോങ്കി ഊപ്പർ, വയലുകളുടെയും കാടുകളുടെയും മുകളിൽ, ഊപ്പർ കെ ഊപ്പർ മുകളിൽ, ഛായേ ഹുയേ ഥേ എന്ത് ചെയ്യാണ്? വ്യാപിച്ചിരിക്കുകയാണ്. മേഘങ്ങൾ കാടുകളുടെയും വയലുകളുടെയും മുകളിൽ വ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആകാശം ഇപ്പോഴും ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. കാർമേഘങ്ങൾ വ്യാപിച്ച ആകാശമാണ്. സാരാ ആകാശ് മേഘോസേ ഭരാധ. ആകാശം മുഴുവൻ മേഘങ്ങളെ കൊണ്ട് ഭരാധ നിറഞ്ഞിരിക്കുന്നു. സാരാ ആകാശ്, ആകാശം മുഴുവൻ മേഘോസേ ഭരാധ, മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മേഘോങ്കി ഛായാओमें ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി. ഛായ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കറിയാം, തണല്. മേഘോങ്കി ഛായാओमें, മേഘങ്ങളുടെ തണലിൽ, മേഘങ്ങൾക്ക് താഴെ, ഗീലി ഹവായേം, ഗീലി എന്ന് വെച്ചാൽ നനഞ്ഞെന്നുള്ള അർത്ഥമാണ്. ഗീലി ഹവായ എന്ന് വെച്ചാൽ നനഞ്ഞ കാറ്റ് എന്നല്ല നമ്മൾ പറയുക, തണുത്ത കാറ്റ്. ഇധർ ഉധർ ഘൂം രഹീതി, ഇധർ ഉധർ അവിടെയും ഇവിടെയും, ഘൂം രഹീതി കറങ്ങി നടക്കുന്നു. അപ്പോൾ മേഘങ്ങൾക്ക് താഴെ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം ഇപ്പോഴും മേഘാവൃതമാണ്. ആകാശത്ത് ധാരാളം മേഘങ്ങളുണ്ട്. മഴ പെയ്തിരുന്നു എങ്കിലും ഇപ്പോഴും ആകാശത്ത് മേഘങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ഖേത്തോം ജംഗലോങ്കി ഊപ്പർ ബാദൽ ഛായേ ഹുയേ ഥേ, സാരാ ആകാശ് മേഘോ സെ ഭരാ ഥാ. ഈ മേഘോങ്കി ഛായാओमें ബാദലോങ്കി ഛായാओमें ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹീതി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. പേടോങ്കെ തന്നെ അഫീഫി ഗീലേ ഥേ. പേടോങ്കെ തന്നെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ, വൃക്ഷങ്ങളുടെ ആ തടിഭാഗത്തിനാണ് നമ്മൾ തനെയെന്ന് പറയുക. പേടോങ്കി തനോമേ, തന്നെ തന്നെ വൃക്ഷങ്ങളുടെ ശിഖരം, അഫീഫി ഗീലേ ഥേ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. അതായത് അടുത്ത് മഴ പെയ്ത് തോന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വൃക്ഷങ്ങളുടെ തടിയൊക്കെ ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നത്? നനഞ്ഞിരിക്കുന്നത്. ഓക്കെ. പേടോങ്കെ തന്നെ അഫീഫി ഗീലേ ഥേ, ഗീലേ നനഞ്ഞത്. മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേം പീലേ ഫൂൽ അഫീഫി ഗീലേ ഥേ. മൂങ് ഫലി എന്ന് വെച്ചാൽ എന്താണ്? മൂങ് ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല നമ്മൾ പറയും, പീനട്സ്, കപ്പലണ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മൂങ് ഫലിയോങ്കെ ഖേത്ത്, മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ, നിലക്കടല കൃഷി ചെയ്തിരിക്കുന്ന വയലുകളിൽ, പീലേ ഫൂൽ മഞ്ഞപ്പൂവ്. ഏതിൻ്റെ മഞ്ഞപ്പൂവ്? ഈ നിലക്കടലയുടെ പീലേ ഫൂൽ. അഫീഫി ഗീലേ ഥേ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ, നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ ഈ നിലക്കടലകളുടെ മൂങ് ഫലിയോങ്കെ പീലേ ഫൂൽ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജിറ ഉഗാഥ, വയലുകളിൽ ചെറിയ ചെറിയ ബാജിറ, ബാജിറ എന്ന് വെച്ചാൽ എന്താണ്? മില്ലറ്റ് എന്ന് നമ്മൾ പറയും, ചോളം. ബാജിറ ഉഗാഥ, ചോളം എന്ത് ചെയ്തിരിക്കുന്നു? ചെറിയ ചെറിയ ചോളച്ചെടികൾ വയലുകളിൽ പിടിച്ചിരിക്കുന്നു. ബാജിറേക്കെ ലംബേ പതലേ പാത്തോമേ, ബാജിറേക്കെ പത്തേ, പത്തേ എന്ന് വെച്ചാൽ എന്താണ്? ഇല. ലംബേ പതലേ പാത്തോമേ, ലംബേ എന്ന് വെച്ചാൽ നീളമുള്ള, പതലേ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, നീളമുള്ള മെലിഞ്ഞ ചോളച്ചെടികളുടെ ഇലകളിൽ, പാനിക്ക് ബൂന്തേം വെള്ളത്തുള്ളികൾ അട്കി ഹുയി പറ്റി പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ബാജറേക്കെ ലംബേ പതലേ പാത്തോമേം പാനിക്ക് ബൂന്തേം അട്കി ഹുയി थी, बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. बारिश की हवा में, മഴയുടെ കാറ്റിൽ, ഗീലേ ഖേത്തോം നനഞ്ഞ വയലുകളുടെയും, ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് മഴയുടെ പച്ചപ്പിൻ്റെ നിറവും ഖുലി ഹുയിതി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. മഴ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ പച്ചപ്പ് കൊണ്ടുവരും. നമ്മൾ പുതുമണ്ണിൻ്റെ മണമെന്നൊക്കെ പറയാമല്ലേ മഴ പെയ്തിട്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വയലുകളുടെ പച്ചപ്പിൻ്റെ മണം അലിഞ്ഞു ചേർന്ന മഴക്കാറ്റ്, മഴയുടെ കാറ്റ് എന്ത് ചെയ്യുന്നു? വീശുന്നു. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഈ കഥയുടെ
ഒരു ചുറ്റുപാടാണ് മനസ്സിലാക്കുന്നത്, വാതാവരണം. അപ്പോൾ ഈ കഥയുടെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ കഥ നടക്കുന്ന ചുറ്റുപാടുകളാണ് നോക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലാണ് നമ്മൾ ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബേല, സാഹിൽ. ഈ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യും, പരിചയപ്പെടും. ശരി, അതിനകത്തൊരു നോക്കാം. उन्हें बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीर बहूटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीर बहूटियाँ, धरती पर चलती फिरती घूंगी प्यारी प्यारी बूंदे, उसके बस्ते उनकी पीठ पर लदे होते थे, कंधों पर ढंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सड़कर बीर बहूटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. इन्हें നമുക്ക് അതിന്റെ മീനിങ് നോക്കാം. उन्हें बीर बहूटियों से मिलना होता था. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണം. കിൻകോ? ഉനേം. ഉനേം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സർവനാമം ഏതാണ്? വേ. അവർക്ക്. എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ബേല और സാഹിൽ കോ ബീർ ബഹൂട്ടിയോ സേ മിൽനാ ഹോത്താ ഥാ. ബീർ ബഹൂട്ടികളെ അവർക്ക് കാണണം. സോവേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ. നിക്കൽ ആന എന്ന് വെച്ചാൽ പുറപ്പെടുക. സ്കൂൾ കെ ലിയേ നിക്കലാത്തേ थे. ബേല और സാഹിൽ എങ്ങാടേക്ക് പോവുകയാണ്? സ്കൂൾ കെ ലിയേ, സ്കൂളിലേക്ക് പോവുകയാണ്. ലേക്കിൻ വേ ഘർ സേ കുച്ച് സമയ പെഹലെ നിക്കലാത്തേ थे. അവർ വീട്ടിൽ നിന്ന് കുറച്ച് സമയം നേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങി. ക്യോ? എന്തിനായിരിക്കും? बीर बहूटियों को खोजने के लिए, बीर बहूटियों से मिलने के लिए, बीर बहूटियों को देखने के लिए वे घर से कुछ समय पहले निकल आते थे. കുറച്ച് സമയം മുമ്പേ അവർ ഇറങ്ങി സ്കൂളിൽ പോകാനായിട്ട്. നോക്ക്, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीर बहूटियां खोजा करते थे. കസ്ബ എന്ന് വെച്ചാൽ എന്താണ്? ടൗൺ, ഒരു സ്മോൾ ടൗൺ, ഒരു ചെറിയ പട്ടണം. കസ്ബേ സേ സഡേ, പട്ടണത്തിനോട് ചേർന്ന, ഇൻ ഖേത്തോമേം, ഈ വയലുകളിൽ, ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ ഥേ, അവർ ബീർ ബഹൂട്ടികളെ നോക്കിയിരുന്നു, അന്വേഷിച്ചിരുന്നു. ഖോജാ കർത്തേ ഥേ ആരാണ്? ബേല और സാഹിൽ. ബീർ ബഹൂട്ടിയോं को खोजते थे. കഹാം? കസ്ബേ സേ സഡേ ഇൻ ഖേത്തോമേ. ഇൻ ഖേത്തോമേം, ഈ വയലുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ബാജ്റാക്കി ഖേത്ത് ഹേ, അതേപോലെ തന്നെ മൂങ്ഫലിയോങ്കെ ഹരേ ഖേത്ത് ഹേ. ഇൻ ഖേത്തോമേ വേ ബീർ ബഹൂട്ടിയോं को खोजा करते थे. ബേല और സാഹിൽ ബീർ ബഹൂട്ടികളെ എന്ത് ചെയ്തിരുന്നു? അന്വേഷിച്ചിരുന്നു. നോക്കുക, സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. അടുത്തത് ബീർ ബഹൂട്ടിയാം എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയുടെ സവിശേഷതകളാണ് പറയുന്നത്. കൈസേ ബീർ ബഹൂട്ടിക്ക് വിശേഷതായം ക്യാ ഹേ? സുർഖ് ചുവന്ന, മുലായം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഗദ്ബദി പതുപതുത്ത മൃദുലമായ ബീർ ബഹൂട്ടിയാം. എങ്ങനെയുള്ളതാണ്? സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. ചുവന്ന നിറത്തിലുള്ള വളരെ മൃദുലമായ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബീർ ബഹൂട്ടിയാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ബീർ ബഹൂട്ടിയോങ്കി വിശേഷതായം ക്യാ ഹേ? എങ്ങനെയാണ്? സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. ചുവന്ന നിറമാണ് ബീർ ബഹൂട്ടിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ലാൽ രംഗ് കാ ബീർ ബഹൂട്ടി. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻകി പ്യാരി പ്യാരി ബൂന്തേം. ചുവന്ന നിറം ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? അല്ലെങ്കിൽ ഇതിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നും? ധർത്തി പർ ചൽത്തി ഫിർത്തി, തറയിലൂടെ നടന്ന് നീങ്ങുന്ന, ഖൂൻകി രക്തത്തിൻ്റെ, ഖൂൻ രക്തം, പ്യാരി പ്യാരി മനോഹരമായ ബൂന്തേം തുള്ളികളെ പോലെ തോന്നും. തറയിലൂടെ നടന്നു പോകുന്ന മനോഹരമായ രക്തത്തുള്ളികൾ പോലെ കാണപ്പെടുന്ന ബീർ ബഹൂട്ടിയാം. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ. കസ്ബേ സേ സഡേ ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയോं को खोजा करते थे. सुर्ख मुलायम गदबदी बीर बहूटियां, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें, उनके बस्ते उनकी पीठ पर लदे होते थे,
ഉൻകെ ബസ്തെ, ബസ്തെ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗാണ്. നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏ സ്കൂൾ കെ ലിയെ നികലേ ഹെ ഘർ സെ, കുछ समय पहले निकले क्योंकि उनको बीर बहुटियों को खोजना है. നോക്ക്, ഇവിടെ ഉൻകെ ബസ്തെ അവരുടെ സ്കൂൾ ബാഗ്, സ്കൂളിലേക്ക് പോകുന്ന ആ കുട്ടികളുടെ സ്കൂൾ ബാഗ് പീട്ട് പർ ലതേ ഹോത്തേതെ. പീട്ടെന്ന് വെച്ചാൽ മുതുക, നമുക്കറിയാം സ്കൂൾ ബാഗ് ബാക്ക് പാക്ക് ആണ്, നമ്മൾ മുതുകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, തൂക്കിയിട്ടിരിക്കുകയാണ് അവർ. കന്ധേ പർ ഢങ്കേ ഹോത്തെ, തോളിലൂടെ തൂക്കിയിട്ടിരിക്കുന്നു. പീട്ട് പർ ലതേ ഹോത്തെ, മുതുകത്ത് അവർ തോളിലൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്, തൂക്കിയിട്ടിരിക്കുകയാണ് അവരുടെ സ്കൂൾ ബാഗ്. ഉൻകെ ബസ്തെ ഉൻകി പീട്ട് പർ ലതേ ഹോത്തേ थे, कंधे पर टंगे होते थे. पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर बीर बहुटियों को खोजते थे. അവർ പരസ്പരം വളരെ അടുത്തിരുന്ന്, ഏക് ദൂസരേക്ക് ഒരാൾ മറ്റൊരാളുടെ, ബഹുത്ത് നസ്ദീക് രേക്കർ വളരെ അടുത്തിരുന്ന്, ബൽക്കി കഹ്നാ ചാഹിയെ ബിൽക്കുൽ സടുക്കർ, അതിനെങ്ങനെ പറയേണ്ടത്, ബിൽക്കുൽ സടുക്കർ വളരെ ചേർന്നിരുന്ന്, ബീർ ബഹൂട്ടിയാൻ ഖോജത്തെ ഥേ, അവരെന്തിനു നോക്കുകയാണ്, ബീർ ബഹൂട്ടികളെ നോക്കുകയാണ്. അവർ പരസ്പരം അടുത്തിരുന്ന് എന്ന് വെച്ചാൽ ഒരുപാട് ചേർന്നിരുന്ന് അവരെന്ത് ചെയ്യുകയാണ്, ബീർ ബഹൂട്ടികളെ നോക്കുകയാണ്. അവർ നല്ല കൂട്ടുകാരാണല്ലോ. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. അവയെ കാണുന്നതിനായിട്ട് അവർ ആ മഴയുടെ ഗന്ധം നിറഞ്ഞ നനഞ്ഞ മണ്ണിൽ, നനഞ്ഞ തറയിൽ അവരെന്ത് ചെയ്യുകയാണ്, ബൈറ്റ് ജായ കർത്തെ थे, ഇരുന്നു. വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ, മഴയുടെ മണമുള്ള നനഞ്ഞ തറയിൽ ബൈറ്റ് ജായ കർത്തെ थे, അവരിരുന്നു. ആരാണ്, ബേല और സാഹിൽ. എന്തിനാണ്, ബീർ ബഹൂട്ടിയോं को देखने के लिए. अब 2 पैराग्राफ ഒന്നുകൂടെ നോക്ക്. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. उन्हें बीर बहूटियों से मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीर बहूटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीर बहूटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे होते थे, कंधे पर ढंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर बीर बहूटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് അടുത്ത പാരഗ്രാഫുകൾ നോക്കാം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് തരാം. നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. സിമ്പിളാണ്, നിങ്ങൾക്ക് എളുപ്പം തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. അങ്ങനെയുള്ള എളുപ്പമുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ തരുന്നുണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ശരി.